CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയോടനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള രണ്ട് അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ഒരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഗ്രീക്ക് സ്ട്രൈക്കറായ ദിമിത്രിയോസ് ഡയമൻഡക്കോസിന്റെ പരിക്കിനോടനുബന്ധിച്ചുള്ള അപ്ഡേറ്റ് ആണ്. ഇനി രണ്ടാമത്തെ ഒരു അപ്ഡേറ്റ് എന്നത് അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഹൈദരാബാദ് എഫ്സിക്കെതിരായുള്ള മത്സരത്തിൽ അഡ്രിയാൻ ലൂണ കളിക്കാൻ ഇറങ്ങുമോ ഇല്ലോ എന്നതിനെ കുറിച്ചുമുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് വാർത്തകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കുവാൻ ശ്രമിക്കുക. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ചിനോട് ഒരു വ്യക്തി ചോദിച്ചിരിക്കുകയാണ്, അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മത്സരത്തിൽ ദിമിത്രിയോസ് ഡയമൻഡക്കോസ് കളിക്കാൻ ഇറങ്ങുമോ എന്നുള്ളത്. കൂടാതെ തന്നെ താരം പ്ലേ ഓഫിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുമോ എന്നുള്ളതും ഈ ഒരു ചോദ്യമായി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും അതിന് മറുപടി ആയിക്കൊണ്ട് ആശാൻ പറഞ്ഞ വാക്കുകളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവാൻ വുക്കോമാനോവിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: ബ്ലാസ്റ്റേഴ്സിന്റെ മികച്ച ഒരു താരമായ ഗ്രീക്ക് താരമായ ദിമിത്രിയോസ് ഡയമൻഡക്കോസ് നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മെഡിക്കൽ ടീമിനോടൊപ്പമുണ്ട്. അവൻ ഇതുവരെയായിട്ടും പരിശീലനം ആരംഭിച്ചിട്ടില്ല. ഇത് കൂടാതെ ഞങ്ങളുടെ അടുത്ത ആഴ്ചയിലെ ഹൈദരാബാദ് എഫ്സിക്കെതിരായുള്ള മത്സരത്തിലും ഗ്രീക്ക് താരമായ ദിമിത്രിയോസ് ഡയമൻഡക്കോസ് കളിക്കാൻ ഇറങ്ങുകയില്ല. പക്ഷേ എന്നിരുന്നാൽ കൂടി അടുത്ത ആഴ്ചയോടകം തന്നെ ഗ്രീക്ക് താരമായ ദിമിത്രിയോസ് ഡയമൻഡക്കോസ് ഞങ്ങളോടൊപ്പം പരിശീലനത്തിന് ചേരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഞങ്ങൾ നേരിട്ട് പ്ലേ ഓഫിലേക്ക് പോകുന്നതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് ഇപ്പോഴും അനന്തതയിലാണ്. അതുകൊണ്ട് തന്നെ താരം പ്ലേ ഓഫിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുമോ എന്നൊന്നും ഇതുവരെ ആയിട്ടും തീരുമാനമായിട്ടില്ല. ഈ കാര്യങ്ങളെല്ലാമാണ് ദിമിത്രിയോസ് പ്ലേ ഓഫിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുമോ എന്ന ചോദ്യത്തിനും കൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത ഹൈദരാബാദ് എഫ്സിക്കെതിരായുള്ള മത്സരത്തിൽ ഗ്രീക്ക് താരമായ ദിമിത്രിയോസ് ഡയമൻഡക്കോസ് കളിക്കുമോ എന്ന കാര്യത്തിലും അഥവാ ഈ ഒരു ചോദ്യത്തിന് മറുപടി ആയിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലകൻ ഇവാൻ വുക്കോമാനോവിച്ച് പറഞ്ഞിട്ടുള്ളത്. നിലവിൽ എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ആരാധകരും കാത്തിരിക്കുന്നത് ദിമിത്രിയോസ് ഡയമൻഡക്കോസിന്റെയും കൂടാതെ തന്നെ അഡ്രിയാൻ ലൂണയുടെയും കൂടാതെ ഫെഡോസ് തെർണിച്ചിന്റെയും ഒരു കോമ്പിനേഷൻ പ്ലേ ഓഫിൽ കാണാൻ വേണ്ടിയാണ്. പക്ഷെ അത് നടക്കുമോ എന്നൊന്നും ഇതുവരെ ആയിട്ടും തീരുമാനമായിട്ടില്ല. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. ഇനി രണ്ടാമത്തെ ഒരു അപ്ഡേറ്റിലേക്ക് നമുക്ക് കടക്കാം. ഇവാൻ വുക്കോമാനോവിച്ചിനോട് പത്രസമ്മേളനത്തിൽ ചോദിക്കുകയാണ്, അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മത്സരത്തിൽ മാന്ത്രികനായ അഡ്രിയാൻ ലൂണ കളിക്കുമോ ഇല്ലയോ എന്നത്. ഏതായാലും അതിന് മറുപടി ആയിക്കൊണ്ട് ഇവാൻ ആശാൻ പറഞ്ഞ വാക്കുകളാണ് നമ്മൾ രണ്ടാമത്തെ അപ്ഡേറ്റ് ആയി പരിഗണിക്കുന്നത്. ഇനി ഏതായാലും നമുക്ക് ആ ഒരു ചോദ്യത്തിന് ഇവാൻ ആശാൻ നൽകിയ മറുപടിയിലേക്ക് ഒന്ന് കടക്കാം. ഇവാൻ ആശാൻ പറയുന്നത് ഇപ്രകാരമാണ്: ഇന്നത്തെ ഞങ്ങളുടെ മത്സരത്തിന് ശേഷമായിരിക്കും അഡ്രിയാൻ ലൂണ അടുത്ത മത്സരം കളിക്കുമോ ഇല്ലയോ എന്നൊക്കെ ഞങ്ങൾ തീരുമാനിക്കുക. ചിലപ്പോൾ ഞങ്ങളോടൊപ്പം അഡ്രിയാൻ ലൂണ കളിക്കളത്തിലേക്ക് അഥവാ ഒരു മത്സരത്തിലേക്ക് യാത്ര ചെയ്യാനും സാധ്യതയുണ്ട്. ഇത് കൂടാതെ മറ്റൊരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം നിലവിൽ ഈ ഒരു ISLന്റെ 10ാം സീസണിൽ ഇതിനോടകം തന്നെ അഡ്രിയാൻ ലൂണക്ക് 3 യെല്ലോ കാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത മത്സരത്തിൽ അഥവാ ഹൈദരാബാദ് എഫ്സിക്കെതിരായുള്ള മത്സരത്തിൽ അഡ്രിയാൻ ലൂണയെ ഇറക്കുന്നത് വളരെ അധികം കഠിനം തന്നെയാണ്. ഈ കാര്യങ്ങളെല്ലാമാണ് അഡ്രിയാൻ ലൂണ അടുത്ത ഹൈദരാബാദ് എഫ്സിക്കെതിരായുള്ള മത്സരത്തിൽ കളിക്കാൻ ഇറങ്ങുമോ ഇല്ലോ എന്ന ചോദ്യത്തിന് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ ഇവാൻ നൽകിയ മറുപടി. ഏതായാലും ഇവാൻ ആശാന്റെ ഈ ഒരു വാക്കുകളിൽ നിന്നും നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നത് അടുത്ത മത്സരത്തിൽ അഡ്രിയാൻ ലൂണ ഒരു കാരണവശാലും ബ്ലാസ്റ്റേഴ്സിന്റെ നിരയിൽ ഉണ്ടാവില്ല എന്നത് തന്നെയാണ്. കാരണം ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു മത്സരത്തിൽ അഥവാ ഈ ഒരു സീസണിൽ താരത്തിന് 3 യെല്ലോ കാർഡുകൾ ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട്. 4ാമതൊരു യെല്ലോ കാർഡ് താരം അടുത്ത മത്സരത്തിൽ ഇറങ്ങിയിട്ട് കിട്ടുകയാണെങ്കിൽ താരത്തിന് പ്ലേ ഓഫ് നഷ്ടമാവാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത ഹൈദരാബാദ് എഫ്സിക്കെതിരായുള്ള മത്സരത്തിൽ ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണയെ ബ്ലാസ്റ്റേഴ്സ് ഒരു കാരണവശാലും കളിക്കളത്തിലേക്ക് ഇറക്കുകയില്ല. ഇതിനെക്കുറിച്ചെല്ലാമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.